ഹലോ ഫ്രണ്ട്സ്, മാർക്കറ്റ് ഡ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ അല്ലെങ്കിൽ ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലർ ട്രേഡർ, ഓപ്ഷൻ ബൈയർ ട്രേഡർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ അറിയാത്ത ഒരു എസ്പെഷ്യലി ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഞാനിപ്പം റീസെൻ്റായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കണം. കാരണം അതിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ട് നമ്മൾ ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രൈസ് ആക്ഷനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് കാര്യമായ രീതിയിൽ നിങ്ങളെ ഹെൽപ്ഫുൾ ആകുന്ന വീഡിയോ ആണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളുടെ സമയം വേസ്റ്റ് ആവുകയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഡെറിവേറ്റീവ്സ് ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. അപ്പം നിങ്ങൾ ഇവിടെ കണ്ടല്ലോ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഡെറിവേറ്റീവ്സ് എന്നാണ് നിങ്ങളിവിടെ കണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഡെറിവേറ്റീവ്സ് എന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിനൊരു പർട്ടിക്കുലറായിട്ട് ഒരു സ്വന്തമായിട്ടൊരു വാല്യൂ ഉണ്ടാവില്ല. അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് മറ്റൊരു അസറ്റിൽ നിന്നായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു മിൽക്ക് എടുത്തു. ഇപ്പം മിൽക്കിൻ്റെ വില എത്രയാണ് എന്നനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചീസ് അല്ലെങ്കിൽ എന്താ പറയുക കേട്. അപ്പം മിൽക്കിൻ്റെ വില കൂടുകയാണെങ്കിൽ എന്താ പറയുക താരതമ്യേന കേടിൻ്റെ വില കൂടും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഈ ഒരു സംഭവം വർക്കാവുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പം ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഇപ്പം നമ്മൾ സ്റ്റോക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസിൻ്റെ അല്ലെങ്കിൽ HDFC ബാങ്കിൻ്റെ സ്റ്റോക്കാണ് അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇപ്പം നമ്മൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അണ്ടർലൈങ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ രീതിക്കായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്സ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ വാട്ട് ആർ ഡെറിവേറ്റീവ്സ് ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ നിങ്ങളൊന്ന് നോക്കുക. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ആൻ അണ്ടർലൈങ് അസറ്റ്. കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഇപ്പം ഡെറിവേറ്റീവ്സ് ഒന്നല്ല, അപ്പം എന്താ പറയുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, സ്വാപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫോർവേഡ്സ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് എന്താ പറയുക നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ട്രേഡിംഗ് സെഗ്മെൻറ്റാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം അണ്ടർലൈങ്ങിൻ്റെ അസറ്റ് നമ്മളിപ്പം ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത മന്തിനുള്ളിൽ ഇത്രയും കടക്കും, ഇത്രയും അപ്പിലേക്ക് പോകും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് നമുക്ക് ബൈ ചെയ്യാം. ഇനി സപ്പോസ് നമ്മളിപ്പം ബൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരു ട്രേഡർ പറയുകയാണ് നമ്മളുടെ എഗെയിൻസ്റ്റ് താഴോട്ടാണ് പോവുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് താഴോട്ടേക്കും എന്താ പറയുക ഫ്യൂച്ചേഴ്സിൽ ബെറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്ന് പറയുമ്പം അതിൻ്റെ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബയ്യേഴ്സിന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബയ്യേഴ്സിന് പ്രീമിയം പേ ചെയ്യുന്നു, ഓപ്ഷൻ സെല്ലേഴ്സിന് പ്രീമിയം പേ ചെയ്യുന്നു. എന്താ പറയുക, അപ്പം ഓപ്ഷൻ ബയ്യേഴ്സിൻ്റെ ഡയറക്ഷനിൽ ഇപ്പം ഓപ്ഷൻ കോളാണ് ചെയ്യുന്നതെങ്കിൽ, കോൾ മീൻസ് അപ്പിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ പ്രീമിയം അടച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സിന് ഈ പ്രീമിയം കൊടുക്കും. അപ്പം ഈ ഒരു എന്താ പറയുക ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മുകളിലേക്ക് പ്രൈസ് പോയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബയ്യേഴ്സിന് പ്രോഫിറ്റും, അതുപോലെ തന്നെ ഓപ്ഷൻ ബയ്യേഴ്സ് പറഞ്ഞ ആ ഒരു സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴെയാണ് എക്സ്പയർ ആയിട്ടുള്ളതെങ്കിൽ ആ ഒരു പ്രീമിയം, ഈ ഓപ്ഷൻ ബയ്യർ കൊടുത്ത പ്രീമിയം അവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു കമ്പൽസറി ഇല്ല. അപ്പോൾ ആ പ്രീമിയം മാത്രമേ ഈ ഓപ്ഷൻ ബയ്യറിന് നഷ്ടപ്പെടൂ. ഈ ഓപ്ഷൻ ബയ്യർ കൊടുത്ത ഈ പ്രീമിയമാണ് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, പിന്നെ സ്വാപ്സ് ആണ്. സ്വാപ്സ് നമ്മൾ കാര്യമായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഫോർവേഡ്സ് ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനും ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഡയറക്റ്റായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു രീതിയാണ് ഫോർവേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ കോൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ദ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് 1956 SC ഡിഫൈൻസ് ഡെറിവേറ്റീവ് ടു ഇൻക്ലൂഡ് ഡെറിവേറ്റീവിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്ന് നമ്മളിവിടെ പറയുന്നത് എ സെക്യൂരിറ്റി ഡിറൈവ്ഡ് ഫ്രം എ ഡെബ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൽ ഇതാകാം, എക്സാമ്പിൾ ബോണ്ടൊക്കെ ആകാം, ഷെയർ ലോൺ, ഷെയർ മീൻസ് സ്റ്റോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ആകാം, അതുപോലെ തന്നെ ഇൻഡെക്സ് ആകാം, വെദർ സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്, റിസ്ക് ഇൻസ്ട്രുമെൻറ്റ് ഓർ കോൺട്രാക്ട് ഫോർ ഡിഫറൻസ് ഓർ എനി അതർ ഫോം ഓഫ് സെക്യൂരിറ്റി, എ കോൺട്രാക്ട് വിച്ച് ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ ഫ്രം ദ പ്രൈസസ് ഓർ ഇൻഡെക്സ് ഓഫ് പ്രൈസസ് ഓഫ് അണ്ടർലൈങ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കോൺടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഡെറിവേറ്റീവ്സ്. ഓക്കെ, നമുക്ക് ഡെറിവേറ്റീവ്സിൻ്റെ പ്രധാനപ്പെട്ട സബ് ഡിവൈഡഡ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഫോർവേഡ്സ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻ കോൺട്രാക്റ്റ് ഉണ്ട്, സ്വാപ്പ് കോൺട്രാക്റ്റ് ഉണ്ട്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ ഒരു ഡെറിവേറ്റീവ്സിൻ്റെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞ് ഇനി നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ്, ഡെറിവേറ്റീവ്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. ഒരു ഡെറിവേറ്റീവ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർക്ക് കിട്ടുന്ന ഗുണങ്ങളെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് ആണ് അതിൻ്റെ ഏറ്റവും ആദ്യം വരുന്നത്. എങ്ങനെയാണ് അത് റിസ്ക് മാനേജ് ചെയ്യുക? ഹെഡ്ജിങ് അഗെയിൻസ്റ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. ഇപ്പം നമ്മളിപ്പം ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു HNI ആയിട്ടുള്ള ക്ലയൻസ്, ഒന്നും വേണ്ട, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഇപ്പം ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷത്തിനൊക്കെ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി വരുന്നതെന്ന് അവർക്ക് തോന്നുകയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ റീസെൻ്റായിട്ട് നടന്ന ഒരു ഇലക്ഷനിൽ ഇപ്പം BJP സർക്കാരാണ് വിജയിച്ചത്. ഇഫ് സപ്പോസ് അവർ തോൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ അവർ തോറ്റിരുന്നെങ്കിൽ വലിയൊരു ഡ്രോ ഡൗണിലേക്ക് ഏതൊരു സ്റ്റോക്കാണെങ്കിലും താഴോട്ടേക്ക് പോകും. അപ്പോൾ അവർക്ക് താഴോട്ടേക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് അവർക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിലൂടെ ഇവർക്കുള്ള ഒരു ഉപയോഗം? ഇവർക്ക് ലെസ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ മതി. ഇഫ് സപ്പോസ് നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഡൗൺ മൂവ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ എന്താ പറയുക ഇവർ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റ് താഴോട്ടേക്ക് പോകും. ബട്ട് ഇവരുടെ ആ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ഈ അസറ്റിൻ്റെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് താഴോട്ടേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന വിധത്തിലാണ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിലൂടെ അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. സോ അവർക്ക് അവരുടെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും, ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി പ്രൈസ് ഡിസ്കവറി, റിഫ്ലക്റ്റിംഗ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻസ്. പ്രൈസ് ഡിസ്കവറി നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ലെവറേജ് എന്ന് പറയുമ്പോൾ എന്താ? കൺട്രോൾ ലാർജ് പോർഷൻസ് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. നമുക്കിപ്പോൾ ഒരു തുച്ഛമായിട്ടുള്ളൊരു തുക കൊണ്ട് നമുക്ക് ഹൈലി ലെവറേജ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം റിലയൻസിൻ്റെ ഒരു സ്റ്റോക്കിന് ഇപ്പം 2000 റുപ്പിയാണ് വിലയെങ്കിൽ ഇപ്പം നമ്മളതിൻ്റെ എന്താ പറയുക ഇൻട്രാഡേ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5x ലെവറേജ് കിട്ടും. അപ്പം ഓപ്ഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് കൊണ്ട് ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറയുമ്പം വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് കൊണ്ട് നമുക്ക് വളരെ ഹൈ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്നതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് കൊണ്ട് നമുക്ക് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവാനുള്ള പോസിബിലിറ്റിയും വളരെ ഹൈ ആണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇറങ്ങുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ട്രേഡിംഗ് സൈക്കോളജി നിങ്ങളെ കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിപ്പോൾ നിങ്ങൾ എന്താ പറയുക ഇൻട്രാഡേ ഇക്വിറ്റി ആയാലും അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയാലും എന്ത് തന്നെ ആയാലും ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു നല്ല ശക്തമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഫ്യൂച്ചേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളടുത്ത് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട് ടു ബൈ ഓർ സെൽ ആൻ അസറ്റ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഒരു കോൺട്രാക്റ്റ് ആണ്. ഇപ്പം നമ്മുടെ NSE BSE ഒക്കെ എന്താ പറയുക ഓൾറെഡി സ്റ്റാൻഡർഡൈസ് ആക്കി വെച്ച കോൺട്രാക്റ്റ് ടു ബൈ ഓർ സെൽ. നമുക്കൊന്നിക്ക് ബൈ ചെയ്യാം, അതും അല്ലെങ്കിൽ നമുക്ക് സെൽ ചെയ്യാം ഒരു അസറ്റ് ഓഫ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മൾ അതിന് ബൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ഡേറ്റിൽ നമ്മൾ ഓൾറെഡി ബൈ ചെയ്തതിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റും താഴെയാണെങ്കിൽ നമുക്ക് ലോസും ആയിരിക്കും. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വർക്കാവുന്നത്. സോ നമുക്കതിന് എന്താ പറയുക നമുക്ക് ലോസ് ആയിട്ട് കാണുന്ന സമയത്ത് നമുക്കത് എക്സിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്കത് വേറെ ആൾക്ക് സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. ഇനി കമ്മോഡിറ്റി സെഗ്മെൻറ്റിലെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പം ഗോൾഡ് വരുന്നുണ്ട്. ഗോൾഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു കമ്മോഡിറ്റി സ്ട്രക്ചറാണ് അല്ലെങ്കിൽ കമ്മോഡിറ്റി സെഗ്മെൻറ്റാണ് ഗോൾഡൊക്കെ എന്ന് പറയുന്നത്. ഗോൾഡ് ഒരുപാട് ആളുകൾ ലോകത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഓയിൽ, അതുപോലെ തന്നെ
ഫൈനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് ലൈക്ക് സ്റ്റോക്സ് ആൻഡ് ഇൻഡിസൈസസ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നതാണ്. ലോകത്തിലെ നമ്പർ വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഹൗ ഫ്യൂച്ചേഴ്സ് വർക്ക്, എങ്ങനെയാണ് നമ്മളെ ഫ്യൂച്ചേഴ്സ് വർക്കാവുന്നത്? അത് വർക്കാവുന്നത് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കീ കമ്പോണൻസ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കീ കമ്പോണൻസ് എന്ന് നോക്കാം. അസറ്റ് മീൻസ് എന്താ? സംതിങ് ദാറ്റ് പുട്ട് വാല്യൂസ് അല്ലെങ്കിൽ സംതിങ് ദാറ്റ് പുട്ട് മണി ഇൻ ടു അവർ പോക്കറ്റ്. നമ്മുടെ കീശയിലേക്ക്, നമ്മളുടെ കയ്യിലേക്ക് സമ്പാദ്യം അല്ലെങ്കിൽ മണി കൊണ്ട് തരുന്ന ഏതൊരു സാധനവും നമ്മളെ അസറ്റായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു കാറ് വാങ്ങിക്കുന്നത്, ഇപ്പം നമ്മളെ പേഴ്സണൽ യൂസിനാണെങ്കിൽ ഒരു കാറ് ഇറ്റ്സ് ആൻ ലയബിലിറ്റി. അതേസമയം നമ്മളൊരു കാറ് വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ആ റെൻ്റൽ ഇൻകം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. സോ ആ ഒരു അസറ്റ്, ആ ഒരു കാർ ഒരു അസറ്റായിട്ട് ഇവിടെ ആക്ട് ആവുന്നു. അപ്പോൾ ഒരു സാധനം തന്നെ നമുക്ക് അസറ്റായിട്ടും ലയബിലിറ്റി ആയിട്ടും ഉപയോഗിക്കാം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദ ഐറ്റം ബീങ് ട്രേഡഡ്. എക്സാമ്പിൾ, ഇപ്പോൾ അസറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം വീറ്റ് ഒരു അസറ്റാണ്, സ്റ്റോക്സ് ഒരു അസറ്റാണ്, ക്രൂഡ് ഓയിൽ ഒരു അസറ്റാണ്. ഇതൊക്കെ വിറ്റാൽ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെ നമുക്ക് ഇൻസൈഡ് പൈസ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കോൺട്രാക്ട് സൈസ് എന്താണ്? ഫ്യൂച്ചേഴ്സിൽ ഒരു കോൺട്രാക്ട് സൈസ് ഉണ്ടാകും. ഇത്ര ഒരു ലോട്ടായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ക്വാണ്ടിറ്റി ഓഫ് ദ അസറ്റ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് അസറ്റാണ് അതിൻ്റെ കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്പയറേഷൻ ഡേറ്റ് ഉണ്ടാവും. എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പം ഈ കോൺട്രാക്റ്റ് ഒരു മന്ത്ലി ബേസിലാണോ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലാണോ അല്ലെങ്കിൽ എന്താ പറയുക ക്വാർട്ടർലി ബേസിസിലാണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അതിൻ്റെ എക്സ്പയറേഷൻ ഡേറ്റ് ഉണ്ടാവുക. നെക്സ്റ്റ്, പ്രൈസ് അഗ്രീഡ് അപ്പോൺ പ്രൈസ്. ഓക്കെ, നമ്മളിപ്പം ബൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രൈസിനെ അഗ്രി ചെയ്തിട്ട് ഒരു കോൺട്രാക്റ്റിലാണ് ഒപ്പിടുന്നത്. ഡെറിവേറ്റീവ്സ് ഒരു കോൺട്രാക്റ്റാണ്, റിയൽ ആയിട്ടുള്ള ഒരു അസറ്റ് അല്ല. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. റൈറ്റ് സൈഡിൽ നമ്മളെ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ഒരു മാൻ ഫ്യൂച്ചർ ബയ്യറാണ്, അതേസമയം ലെഫ്റ്റ് സൈഡിൽ ഫ്യൂച്ചർ സെല്ലറാണ്. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ബയ്യർ നേരെ പേയ്മെൻറ്റ്, അതായത് ആ ഒരു പേയ്മെൻറ്റ് നേരെ ക്ലിയറിംഗ് ഹൗസ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ NSE BSE ആണ് ക്ലിയറിംഗ് ഹൗസിലേക്ക് കൊടുക്കും. ക്ലിയറിംഗ് ഹൗസ് ഒരു നല്ലൊരു സെല്ലറെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു കോൺട്രാക്റ്റ് അവർ തമ്മിൽ ബൈൻഡ് ചെയ്യിപ്പിച്ചിട്ട് ലീഗലി ബൈൻഡബിൾ ആക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി യൂസസ് ഓഫ് ഫ്യൂച്ചേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഓപ്ഷൻ്റെ കേസിലാണെങ്കിലും എന്താ പറയുക ഫ്യൂച്ചേഴ്സിൻ്റെ കേസിലാണെങ്കിലും കോൺസെപ്റ്റിൽ അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് രണ്ടും ഐഡൻറ്റിറ്റിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഹെഡ്ജിങ് ആക്കാം നമുക്ക് വേണമെങ്കിൽ, അതുപോലെ തന്നെ സ്പെക്കുലേഷനും ആക്കാം. ഇപ്പം ഇന്ത്യൻ സെഗ്മെൻറ്റിലൊക്കെ അല്ലെങ്കിൽ ലോകത്തിലെ സെഗ്മെൻറ്റ്സിലൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സ്പെക്കുലേഷൻ വഴി മോർ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഫ്യൂച്ചേഴ്സിലൊക്കെ എൻ്റർ ചെയ്യുന്നത്. ഫാർമേഴ്സ് ലോക്കിംഗ് ഇൻ പ്രൈസസ് ഫോർ ദർ ക്രോപ്പ്. ഫാർമേഴ്സ് ഇപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഫാർമർ ഒരു ഷുഗർ എന്താ പറയുക കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഷുഗറിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 100 ആണ്, അതായത് 1 കിലോഗ്രാമിന് ഇപ്പോൾ 100 ആണെന്ന് കരുതുക. സോ ഇവർക്ക് കൃഷി ചെയ്തിട്ട് ഒരു 4 മാസം കഴിഞ്ഞാലാണ് ആ ഒരു കൃഷി എന്താ പറയുക ഓക്കെ ആവുക, അതായത് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റുമോ. ഈ 4 മാസത്തിനുള്ളിൽ ചിലപ്പോൾ മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാറ്റോ കാലാവസ്ഥയൊക്കെ മാറിയിട്ട് നശിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നശിക്കാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക പല മാർക്കറ്റിലെ ഡിമാൻഡ്സ് മാറുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ നടത്താം, കൂടാം കുറയാം. അപ്പം ഫാർമേഴ്സിന് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്, അതായത് താൻ ഇത്രയും മുടക്കിയതല്ലേ തനിക്കൊരു 5 രൂപ ലാഭം വേണമെന്ന് കരുതിയിട്ട് അപ്പം ഇവർക്ക് 55 രൂപയ്ക്ക് ഞാൻ 4 മാസം കഴിഞ്ഞാൽ ഒരാൾക്ക് വിൽക്കാം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ 50 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. സപ്പോസ് ഈ 4 മാസം കഴിഞ്ഞിട്ട് 50 രൂപയുടെ മുകളിൽ അല്ലെങ്കിൽ 70 രൂപയിലേക്ക് പോയി. അപ്പം എന്താ സംഭവിക്കുക, ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ഇയാൾക്ക് 50 റുപ്പീസിന് ഈ ഫാർമറിൻ്റെ അടുക്കുന്ന ഇത് വാങ്ങിയിട്ട് മാർക്കറ്റ് പ്രൈസായ 70 റുപ്പീസിന് വിറ്റിട്ട് അവർക്ക് ടോട്ടലി നല്ല ലാഭം കൊയ്യാൻ പറ്റും. ഈ സപ്പോസ് താഴെയാണെങ്കിൽ ഫാർമേഴ്സ് ഇവിടെ സേഫാണ്, മറ്റേ ആൾക്ക് നഷ്ടം വരും എന്ന രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ മറ്റേ ആൾക്ക് നഷ്ടം വരാതിരിക്കാൻ അവർക്ക് വേണമെങ്കിൽ ഒരു പ്രീമിയം കൊടുക്കാം. ഓപ്ഷൻ്റെ കേസിൽ നമുക്കൊരു പ്രീമിയം കൊടുത്തിട്ട് അവരും ഇവിടെ സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഓപ്ഷൻസിനെ പറ്റി സംസാരിക്കാം. ഓപ്ഷൻസ് എന്ന് പറയുമ്പം കോൺട്രാക്ട്സ് ഗിവിങ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. റൈറ്റ് കൊടുക്കുന്നുണ്ട് ഓപ്ഷൻ ബയേഴ്സിന്, റൈറ്റ് കോൾ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ പുട്ട് ബൈ ചെയ്യാനോ റൈറ്റ് കൊടുക്കുന്നുണ്ട് അറ്റ് എ സ്പെസിഫിക് പ്രൈസ് ബിഫോർ എ സ്പെസിഫിക് ഡേറ്റ്. ടൈപ്സ് കോൾ ഓപ്ഷൻ ഉണ്ട്, പുട്ട് ഓപ്ഷൻ ഉണ്ട്. കോൾ യൂറോപ്യൻ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് യൂറോപ്യൻ ഓപ്ഷൻ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത്. അതാണ് ഓക്കെ. കോൾ ഓപ്ഷൻ ആണെങ്കിൽ നമ്മളിപ്പം ഒരു അണ്ടർലൈങ് മുകളിലേക്ക് പോകും എന്ന് കരുതിയിട്ട് നമ്മളൊരു ബെറ്റ് എടുക്കുന്നതാണെങ്കിൽ, പ്രീമിയം പേ ചെയ്യുന്നതാണെങ്കിൽ അത് കോൾ ഓപ്ഷനും അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് പുട്ടോ
പുട്ട് ഓപ്ഷനുമാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ ഗ്രാഫിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് കോൾ ഓപ്ഷൻ അണ്ടർലൈങ് മുകളിലേക്ക് പോകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്നതും, പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് അണ്ടർലൈങ് താഴോട്ടേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് ഇവിടെ പുട്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഹൗ ഓപ്ഷൻസ് വർക്ക്, അതിൻ്റെ കീ കമ്പോണൻസ്, ഒരു സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടാകും, അതുപോലെ തന്നെ പ്രൈസ് അറ്റ് വിച്ച് അസറ്റ് ക്യാൻ ബി ബോട്ട് ഓർ സോൾഡ്, അതായത് ഏതുവരെ എത്തും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബെറ്റ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു നമ്പറാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. എക്സ്പയറേഷൻ നമ്മുടെ ഫ്യൂച്ചേഴ്സിൻ്റെ കേസിൽ കണ്ട പോലെ തന്നെ അതിന് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പയറേഷൻ ഡേറ്റും അതിനുണ്ടായിരിക്കും. പ്രീമിയം കോസ്റ്റ് ഓഫ് ദി ഓപ്ഷൻ, അതായത് ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീമിയം പേ ചെയ്തിട്ടാണ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നത്. അണ്ടർലൈങ് അസറ്റ് ദ ഓപ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ, ഇപ്പം നിഫ്റ്റിയുടെ കേസിലൊക്കെ ആണെങ്കിൽ നിഫ്റ്റി 50 ആണ് അതിൻ്റെ ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിലയൻസിൻ്റെ ഓപ്ഷൻ സെഗ്മെൻറ്റിൽ ഓപ്ഷൻ ചെയിൻ എടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിലും നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി യൂസസ് ഓഫ് ഓപ്ഷനിൽ ഹെഡ്ജിങ് ഉണ്ട്, സ്പെക്കുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻകം ജനറേഷൻ ഉണ്ട്. സെല്ലിംഗ് കവേർഡ് കോൾസ്, എന്താണ് സെല്ലിംഗ് കവേർഡ് കോൾസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ എന്താ പറയുക നമ്മളെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഒക്കെ എന്താ പറയുക നല്ല റിസൾട്ട് ആണെങ്കിൽ കൂടി ഇപ്പം പല രീതിയിൽ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് നല്ല ശക്തമായിട്ട് ഇടിയുന്നത്. സോ അങ്ങനെ ഇടിയുന്ന ഒരു സമയത്ത് വളരെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ലോങ് ടേമിലേക്ക് ക്യാഷ് സെഗ്മെൻറ്റിൽ ക്യാഷ് ആൻഡ് കേരി വഴി നിങ്ങൾക്ക് അതിനെ ബൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് എന്താ പറയുക അത് തിരിച്ച് കയറും നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ അത് ചെറിയ പൈസക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങിയിട്ട് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ഒരു ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിടുക. അപ്പം ഈ ഒരു എന്താ പറയുക ഈ ഒരു സ്റ്റോക്ക് താഴെ തന്നെയാണ് കുറേ നാളത്തേക്ക് നിൽക്കുന്നതെങ്കിൽ കൂടി നമുക്ക് എന്ത് പറ്റും, അവിടുന്ന് ഇപ്പം കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് അവിടെ സ്റ്റേ ചെയ്താൽ തീറ്റ DK വഴി നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ സപ്പോസ് അത് തിരിച്ച് ശക്തമായിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്താ പറയുക അടിച്ച് മുകളിലേക്ക് കയറുന്നത് കൊണ്ട് നമുക്ക് അവിടെ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും, മറ്റേ കവേർഡ് കോളിൽ നിന്ന് നമുക്ക് ലോസും കിട്ടും. സോ നമുക്ക് അവിടെ ഒരു ഹെഡ്ജിങ് രീതിയിൽ മോർ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കവേർഡ് കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇൻ വിച്ച് ട്രേഡർ സെൽ എ കോൾ ഓപ്ഷൻ വൈൽ ഓൾസോ ഓണിങ് ദ അണ്ടർലൈങ് സെക്യൂരിറ്റി. കറക്റ്റായിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ചില ഡിഫറൻസസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒബ്ലിഗേഷൻ നിർബന്ധിതത്വം ഉണ്ട്, പ്രീമിയം ഉണ്ട്, ഡൗൺ സൈഡ് റിസ്ക് ഉണ്ട്, എക്സ്പയറേഷൻ ഡേറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൻ്റെ ആദ്യം സംസാരിക്കാം. ബോത്ത് പാർട്ടീസ് ആർ ഒബ്ലൈസ്ഡ് ടു പെർഫോം ദ കോൺട്രാക്റ്റ്. ഫ്യൂച്ചർ ആയാലും ഓപ്ഷൻ ആയാലും ഓപ്ഷനല്ല ഫ്യൂച്ചേഴ്സിൽ ഫ്യൂച്ചർ ബയ്യറും അതുപോലെ തന്നെ ഫ്യൂച്ചർ സെല്ലറും എന്താ പറയുക ഒബ്ലൈസ്ഡ് ടു ദ കോൺട്രാക്റ്റ് ആണ്. അത് ആക്ച്വലി എക്സിക്യൂട്ടഡ് ഉറപ്പായിട്ടും ചെയ്യണം. ഇല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ ആ കൺട്രി വൈസ് നടപടി എടുത്തിട്ട് ആർക്കാണോ ബെനിഫിറ്റ് കൊടുക്കേണ്ടത് ആ ബെനിഫിറ്റ് കൊടുത്തിരിക്കും. അത് നമുക്കെന്താ പറയുക കോടതിയിൽ പോയിട്ട് വരെ വാദിക്കാൻ പറ്റുന്ന ഒരു കേസാണത്. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ്റെ കേസിൽ ഒൺലി സെല്ലർ ഈസ് ഒബ്ലിഗേറ്റഡ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഓപ്ഷൻ ബയ്യർ ഈ ഒരു ഒബ്ലിഗേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു ഓപ്ഷൻ പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്നത് പ്രീമിയം. നോ പ്രീമിയം ഈസ് പെയ്ഡ്, അതായത് കംപ്ലീറ്റ് കോൺട്രാക്ട് വാല്യൂ ആണ് ഇവിടെ ഫ്യൂച്ചർ സെഗ്മെൻറ്റിൽ കൊടുക്കുന്നത്. ബട്ട് ബയ്യർ പേസ് ദ സെല്ലർ എ പ്രീമിയം. ഓപ്ഷൻ്റെ കേസിൽ ബയ്യർ ഒരു പ്രീമിയം പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡൗൺ സൈഡ് റിസ്ക്. ദ ഹോൾഡർ ഈസ് എക്സ്പോസ്ഡ് ടു എൻ്റയർ സ്പെക്ട്രം. ബയ്യേഴ്സ് ലോസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദി പ്രീമിയം പെയ്ഡ്. അതായത് ബയ്യർ ഓപ്ഷൻ ബൈ ചെയ്ത ആളുടെ കംപ്ലീറ്റ് ലോസ് എന്ന് പറയുന്നത് ആ പ്രീമിയം പേ ചെയ്തതായിരിക്കും. അതുപോലെ തന്നെ ഡൗൺ സൈഡ് റിസ്ക് ലിമിറ്റഡ് ആണ്, അപ്പ് സൈഡ് റിസ്ക് അൺലിമിറ്റഡ് ആണ് ഓപ്ഷൻ ബയ്യേഴ്സിൻ്റെ കേസിൽ. അല്ലെങ്കിൽ ഓപ്ഷൻ എന്താ പറയുക കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവരുടെ കേസിലും അതുപോലെ തന്നെ ഓപ്ഷൻ ബൈ ചെയ്യുന്നവരുടെ കേസിലും റിസ്ക് ലിമിറ്റഡ് ആണ്, പക്ഷേ റിവാർഡ്സ് അൺലിമിറ്റഡ് ആണ്. പക്ഷേങ്കിൽ നമ്മുടെ ഫ്യൂച്ചേഴ്സിൻ്റെ കേസിൽ ഹോൾഡർ ഈസ് എക്സ്പോസ്ഡ് ടു എൻ്റയർ സ്പെക്ട്രം. അവർ കൊടുത്തത് കംപ്ലീറ്റും ചിലപ്പം അതിന് പുറമേ പോകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇനി എക്സ്പയറി ഡേറ്റ്, ഷെയർ നീഡ് ടു ബി ബോട്ട് ഓർ സോൾഡ് അറ്റ് എ പ്രീ ഡിഫൈൻഡ് ഡേറ്റ്. ഷെയർ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റിൽ വാങ്ങിക്കണം. ട്രാൻസാക്ഷൻസ് ക്യാൻ ബി ഹാപ്പൺ എനി ടൈം ബിഫോർ ദ കോൺട്രാക്ട് എക്സ്പയർ. ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻ്റെ കേസിൽ എൻ്റർ ചെയ്യാം. ഇനി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കോൺടെക്സ്റ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഇത്രത്തോളം സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ശക്തമായിട്ട് ഏകദേശം അറിഞ്ഞു. അപ്പോൾ നമ്മൾ
എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ ബാക്ക് അടിച്ച് നിങ്ങൾക്ക് സീക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും അതുപോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കോൺടെക്സ്റ്റിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ്? റെഗുലേഷൻ ഗവേൺഡ് ബൈ സെബി, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ വാച്ച് ഡോഗ് എന്ന് വേണമെങ്കിലും നമുക്ക് ഇവിടെ പറയാം. ആരെ? സെബിയെ. ഇനി പോപ്പുലർ എക്സ്ചേഞ്ച് ഏതൊക്കെയാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് കൂടിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് Nifty 50 ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ ഓൺ മേജർ ഇന്ത്യൻ സ്റ്റോക്സ്, എക്സാമ്പിൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, TCS. ഇതൊക്കെ നമ്മുടെ ഈ ഒരു എക്സ്ചേഞ്ചുകളിലുള്ള നല്ല ശക്തമായിട്ടുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസാണ്. ഓക്കെ, NSEയുടെയും BSEയുടെയും നമ്മൾ ഒരു ഇമേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നോക്കാവുന്നതാണ്. ഇനി റിസ്ക് ആൻഡ് കൺസിഡറേഷൻ. എന്തൊക്കെയാണ് റിസ്ക് ഉണ്ടാവുക? ഈ ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിലെ പ്രധാനപ്പെട്ട റിസ്ക്കുകളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഇനി സംസാരിക്കാൻ പോകുന്നത്. ലെവറേജ് റിസ്ക് ഉണ്ട്. ലെവറേജ് റിസ്ക് പൊട്ടൻഷ്യൽ ഫോർ സിഗ്നിഫിക്കൻറ്റ് ലോസസ് ഡ്യൂ ടു ഹൈ ലിവറേജ്. ഒരുപാട് ലെവറേജ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഇപ്പം നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിലേക്കും ലോസ് ആണെങ്കിൽ വലിയൊരു ലോസിലേക്കും ലെവറേജ് ഹൈ ആയതുകൊണ്ട് പോകും. സോ അതൊരു വലിയൊരു ഡ്രോബാക്ക് ആണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മാർക്കറ്റ് റിസ്ക് ആണ്. വൊളാറ്റിലിറ്റി ക്യാൻ ലീഡ് ടു സബ്സ്റ്റാൻഷ്യൽ ലോസ്. ഇപ്പം മാർക്കറ്റ് ശക്തമായിട്ടൊരു മൂവ് ചെയ്യുന്നു, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്തിട്ട് നമ്മൾ വലിയ ലോസിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇനി നെക്സ്റ്റ് കൗണ്ടർ പാർട്ടി റിസ്ക്, റിസ്ക് ഓഫ് ഡിഫോൾട്ട് ബൈ ദ കൗണ്ടർ പാർട്ടി. കൗണ്ടർ പാർട്ടിയുടെ റിസ്ക് നമുക്ക് ആക്ച്വലി ഇപ്പം വരുന്നില്ല. കാരണം NSE BSE ഒക്കെ കറക്റ്റായിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ മാർക്ക് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ കൗണ്ടർ പാർട്ടി റിസ്ക് നമ്മൾ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കേസിൽ അങ്ങനെ അധികമായിട്ട് വരുന്നില്ല. ബട്ട് എന്താ പറയുക, ഫോർവേഡ്സിൻ്റെ കേസിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡയറക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഇവിടുന്ന് മാറിപ്പോയാലോ അല്ലെങ്കിൽ എന്താ പറയുക വ്യക്തി ഒരു പക്ഷേ മരിച്ചു പോയാലോ ആ കോൺട്രാക്റ്റ് ചിലപ്പോൾ ഇൻവാലിഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് NSE BSE അവരൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ലോസിലേക്ക് ഒരു കാരണവശാലും പോകില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പം വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നന്ദിയുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ എന്തായാലും കാണാൻ ശ്രമിക്കണം. വളരെ ഇൻഫർമേഷൻ പാക്ക്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ പറയാനുള്ളത്? ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ. അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.